ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാവിലെ തന്നെ എമ്പുരാൻ പോയി കണ്ടു. ചെറിയൊരു റിവ്യൂ പറഞ്ഞേക്കാന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റ് വാച്ച് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയാൽ മാത്രമേ ഈ പടത്തിന്റെ ഒരു ഫുൾ ബ്യൂട്ടിയിൽ നമുക്ക് പടം കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇത് വളരെ വലിയൊരു സ്കെയിൽ എടുത്തിരിക്കുന്ന പടമാണ്. നമ്മുടെ മലയാളം പടം ഒരിക്കലും ഇതേപോലത്തെ ഒരു സ്കെയിൽ എടുത്തിട്ടില്ല. വളരെ ലാർജ് സ്കെയിലാണ് ഈ പടം എടുത്തിരിക്കുന്നത്. അതായത് ഒരു ഇംഗ്ലീഷ് മൂവി എങ്ങനെ കാണുന്നു അതേ ഒരു ടച്ചിലാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു മലയാളം മൂവി കാണുകയാണെന്ന് നമുക്ക് തോന്നത്തില്ല. പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ഷിഫ്റ്റിങ്, പല പല ഷോട്ടുകൾ ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്ക് ഇങ്ങനെ സ്കിപ്പായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നമ്മൾ കാണുമ്പോൾ ഒരു ഇംഗ്ലീഷ് മൂവി കാണുകയാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെ ഇതിന്റെ കഥ നിങ്ങൾ ലൂസിഫർ കണ്ടിട്ട് അതിന്റെ ബാക്കി കണ്ടേക്കാം എന്ന് വിചാരിച്ചാൽ പോകുന്നതെങ്കിൽ അത് മാത്രമല്ല, ലൂസിഫറിന്റെ ബാക്കി കഥയാണ് ഈ പറയുന്നത്. എങ്കിൽ കൂടിയും അതിലുപരിയായിട്ട് എബ്രഹാം ഖുറേഷിയുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അതും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. മാത്രമല്ല, എബ്രഹാം ഖുറേഷിയുടെ ചെറുപ്പം മുതലുള്ള കഥ നിങ്ങൾ അറിയണമെങ്കിൽ മോഹൻലാൽ പറഞ്ഞ പോലെ നിങ്ങൾ L3 വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇതിന്റെ ചെറുപ്പകാലം അടുത്ത L3 പറയുന്നതായിട്ട് നമുക്കൊരു എൻഡിൽ നമുക്ക് നെക്സ്റ്റ് പടത്തിന്റെ L3 ചെറിയൊരു കട്ടിങ്സ് കാണിച്ചുകൊണ്ടാണ് നിർത്തുന്നത്. സോ എബ്രഹാം ഖുറേഷിയുടെ ചെറുപ്പം അറിയണമെങ്കിൽ നമ്മൾ അടുത്ത L3 വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. കൂടാതെ ഈ കഥ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ സെയ്ദ് മസൂദിന്റെ കഥയാണ് കൂടുതലായി ഇതിലൂടെ പറയുന്നത്. സെയ്ദ് മസൂദിന്റെ ചെറുപ്പകാലം തൊട്ട് ഇപ്പോൾ വരെയുള്ള കാലമാണ് ഈ കഥയിലൂടെ പറയുന്നത്. അതായത് പൃഥ്വിരാജിന്റെ ചെറുപ്പം തൊട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വരെ ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിന്റെ തുടക്കത്തിലുള്ള കുറച്ചൊരു 10-15 മിനിറ്റ് കുറച്ച് ടെററാണ്, കുറച്ച് വയലന്റ് സീൻസ് ആണ്. അത് ഈ പടത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത സീനുകളാണ്. അതുകൊണ്ട് ആയിരിക്കാം അത് അങ്ങനെ ഒരു വയലൻസിലൂടെ കാണിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് തോന്നും ഇത് എങ്ങോട്ടാണ് ഈ പടം പോകുന്നത്, എന്താണ് ഇവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ലൂസിഫറുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു സീക്വൻസിലായിട്ടാണല്ലോ ഫസ്റ്റ് തന്നെ പോകുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും അവിടെ ഇരിക്കുന്നു. പക്ഷെ ഇതെല്ലാം കൂടെ ലാസ്റ്റ് കണക്ട് ആയി വരും. അവസാന ഭാഗം മാത്രമേ ഇതെല്ലാം കൂടെ കണക്ട് ആയി വരത്തുള്ളൂ. അതൊരു നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കൂടാതെ ഈ പടത്തിന്റെ വിഷ്വൽസും VFX വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സാധാരണ മലയാളം പടത്തിൽ കാണുന്ന പോലെ ഒരു വിഷ്വൽസും അല്ല, VFXും അല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്. വളരെ ബ്രില്യന്റ് ആയിട്ട് തന്നെ ഇതിന്റെ വിഷ്വൽസും VFXും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ടീമിന് എന്തായാലും ഒരു കൈയ്യടി കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഈ കഥ ഒട്ടും തന്നെ ലാഗിങ് ഇല്ലാതെയാണ് പോകുന്നത്. അതായത് ഒരു കഥയിൽ നിന്ന് അടുത്ത കഥയിലേക്ക് ജമ്പ് ചെയ്താണ് ആദ്യം പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം ഒരു പാർട്ട് കാണിച്ച് ഒരു രാജ്യത്തെ കാര്യം കാണിച്ച് അടുത്ത് വേറൊരു രാജ്യത്തെ കുറച്ച് കാര്യം അങ്ങനെ പല ഷിഫ്റ്റ് ചെയ്ത് കഥ പോകും പല രാജ്യത്തേക്ക്. അപ്പൊ നമുക്ക് തോന്നുന്നത് എന്താ എവിടെയാണ് കൊണ്ട് എത്തിക്കാൻ പോകുന്നത് നമുക്ക് തോന്നും. കാരണം ഇതൊരു വലിയൊരു ലാർജ് സ്കെയിലുള്ള ഒരു കഥയാണ്. അപ്പോൾ ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഇതിനെല്ലാം കൂടെ ലൈറ്റായിട്ട് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇബ്രഹാം ഖുറേഷിന്റെ കഥയിലായിട്ട് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിലെ കേരളത്തിലെ കഥ എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ കേരളത്തിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത്. അതും ലൂസിഫറിന്റെ ബാക്കിയായിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. അത് നമുക്ക് കുറച്ച് ത്രില്ലിംഗ് ആണ്. ലൂസിഫർ കണ്ടേ അതേ ഒരു ഫീലിങ്സ് അതിൽ കിട്ടുന്നുണ്ട്. ഒരു രോമാഞ്ചമൊക്കെ കൊള്ളുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകും ആ സമയത്തൊക്കെ. പിന്നെ പറയാനുള്ള ബൈജു അത് കലക്കിയിട്ടുണ്ട്. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ. അതൊരു പഞ്ച് ഡയലോഗുകൾ, ചില പഞ്ച് ഡയലോഗുകൾ ഉണ്ടല്ലോ, നമുക്കൊരു കോമഡി സെൻസിൽ വരുന്ന പഞ്ച് ഡയലോഗുകൾ ബൈജു നല്ലപോലെ അടിക്കുന്നുണ്ട്. അതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. മെയിനായിട്ട് നോക്കുകയാണുള്ള കഥ കറക്റ്റായിട്ട് മുരളി ഗോപി ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കൊണ്ടുപോയി ലൂസിഫർ L3 കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. L3 നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ മോഹൻലാലിന്റെ, അതായത് എബ്രഹാം ഖുറേഷിയുടെ കഥ അറിയണമെങ്കിൽ L3 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിൽ മോഹൻലാൽ പൃഥ്വിരാജ് അവർ രണ്ടുപേരും വരുന്ന സീനുകളെല്ലാം പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലിനും പൃഥ്വിരാജിനും വളരെ കുറച്ച് സീനുകളെ ഉള്ളൂ ഇതിൽ. ലൂസിഫറിലും അങ്ങനെയായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് വളരെ കുറച്ച് സീനുകളെ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. അതുപോലെ സംസാരം വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവർ വരുന്ന സീനുകളും അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു എന്റർടൈൻ ചെയ്യുന്ന ഒരു ഭാഗങ്ങളാണ്. ഓവറോൾ പടം മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി നിങ്ങൾ വാച്ച് ചെയ്യണം. ആ ഒരു പടത്തിന്റെ ഫുൾ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണം. എന്തായാലും ഇത് മോഹൻലാലിന്റെ ഹിറ്റാണ്. അക്കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടുമില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. നിങ്ങൾ പടം കണ്ടതാണെങ്കിൽ കമന്റ് അടിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന്.
ഇത് ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ഒരു പല പല ടെറയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും അതെല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ പൃഥ്വിരാജ് മാക്സിമം എല്ലാത്തരം ആൾക്കാരെയും സംതൃപ്തിപ്പെടുത്താനായിരിക്കും അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു രീതിക്ക് എടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്തായാലും പടം ഇഷ്ടമായി. സൂപ്പറാണ്. ഒരു ഇംഗ്ലീഷ് മൂവി നമ്മൾ മലയാളത്തിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു തരത്തിലുള്ള ഇതുണ്ട്. പിന്നെ അത്ര പറഞ്ഞിരിക്കുന്ന ഹൈപ്പ്, എമ്പുരാന് കൊടുത്തിരിക്കുന്ന അത്ര വലിയൊരു ഹൈപ്പോട് കൂടി നിങ്ങൾ കാണാൻ പോകണ്ട. അത്ര ഹൈപ്പ് ഇച്ചിരി കുറച്ച് നമ്മൾ ലൂസിഫറെ കണ്ട അതേ ഒരു മൂഡിൽ തന്നെ പോയാൽ മതി. കാരണം അത്രയ്ക്ക് വലിയൊരു ഹൈപ്പ്